ഡോക്ടർ ജിൻഡോ ജോൺ, കോൺഗ്രസിന് ഈ പറയുന്നത് പോലെ ഒരു രീതിയുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള പല രീതികൾ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. അങ്ങ് കൂടി വരാത്തത് കൊണ്ട് ആ ചർച്ചയിലേക്ക് ഡയറക്റ്റായി കയറുന്നതിന് മുൻപ് ഞാൻ മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ അഭിപ്രായം കേൾക്കുകയും ചർച്ച ചെയ്യുകയുമായിരുന്നു. എപ്പോഴത്തേക്കൊരു തീരുമാനമുണ്ടാകും എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും അങ്ങയുടെ മറുപടി ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് തൊട്ട് മുൻപ് കണ്ണൂരിലടക്കം വി.ഡി. സതീശൻ അനുകൂലികൾ തെരുവിലിറങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. ഈ കോൺഗ്രസിനൊരു രീതിയുണ്ട് എന്നും അത് ഉചിതമായൊരു സമയത്തൊരു തീരുമാനം എടുക്കും എന്നും കോൺഗ്രസിന്റെ അണികൾക്ക് അറിയില്ലേ ശ്രീ ജിൻഡോ ജോൺ? തീർച്ചയായിട്ടും മാധു, കോൺഗ്രസിന്റെ രീതികൾ കോൺഗ്രസിന്റെ അണികൾക്കറിയാം. അണികളും അനുഭാവികളും ആയിട്ടുള്ള മനുഷ്യരും അല്ലാത്ത ആളുകളും ഒക്കെ വോട്ട് ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ചരിത്രപരമായ വലിയൊരു വിജയം കിട്ടിയൊരു തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഓരോ ആളുകളും അവർക്ക് ഇഷ്ടപ്പെട്ട നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിൽ പലരും ഇഷ്ടപ്പെട്ട നേതാക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് സ്വാഭാവികമാണ്. ഇത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തന ഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥിരം ശൈലിയാണ്. അതിനപ്പുറത്ത് ഇതിനൊരു വലിയ ഒരു ഗൗരവം കാണേണ്ടതില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു പ്രൊസീജിയർ ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. MLA-മാരുടെ എണ്ണം വളരെ വലുതാണ്. MLA-മാരുടെ അഭിപ്രായവും പാർട്ടിയിലെ സീനിയർ നേതാക്കന്മാരുടെ അഭിപ്രായവും പൊതുജന അഭിപ്രായവും എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്തിട്ടായിരിക്കും ഉചിതമായ സമയത്ത് ഏറ്റവും ഈ മുന്നണിയെ നയിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള നേതാവിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് തീരുമാനിച്ചറിയിക്കുമെന്നുള്ളതാണ് നമ്മളുടെ എല്ലാം പ്രതീക്ഷ. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ ഓരോ നേതാക്കൾക്കും വേണ്ടി തെരുവിലിറങ്ങേണ്ടി വരുന്ന സാഹചര്യം അണികൾക്കുണ്ടാകുന്നത്? ഈ ഘട്ടത്തിൽ ഈ ചർച്ചകളൊക്കെ വളരെ ആരോഗ്യകരമായാണ് നടക്കുന്നത് എങ്കിൽ അല്ല, ചർച്ചകൾ വളരെ ആരോഗ്യകരമായിട്ടാണ് നടക്കുന്നത്. MLA-മാർ KPCC ഓഫീസിൽ ചെല്ലുകയും മീറ്റിംഗിൽ പങ്കെടുക്കുകയും അതിനുശേഷം ചില ആളുകൾ അഭിപ്രായം പറയുകയും പൊതുസമൂഹത്തിൽ അഭിപ്രായം പറയുകയും ചിലർ അഭിപ്രായം രേഖപ്പെടുത്താതിരിക്കുകയൊക്കെ ചെയ്തു. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. ചർച്ചകൾ ആരോഗ്യകരമായി തന്നെയാണ് നടക്കുന്നത്. അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് ആളുകളുടെ അഭിപ്രായം കേൾക്കുക എന്നുള്ളത്. അതിനോടൊപ്പം ഓരോ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട ആളുകൾ, ആരാധകരായിട്ടുള്ള ആളുകളുണ്ട്, അനുഭാവികളും അണികളുമായിട്ടുള്ള ആളുകളുണ്ട്. അവർ ഇഷ്ടപ്പെട്ട നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. അത്തരം പ്രചരണങ്ങൾ മുൻപും കേരളത്തിൽ നടന്നിട്ടുണ്ട്. എല്ലാ പാർട്ടികളിലും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ വരുന്ന സമയത്ത് ചർച്ചയുടെ തുടക്കഘട്ടത്തിൽ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം ഉണ്ടായിരുന്നു. മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞ പ്രചരണം ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് വളരെ നിഷ്കളങ്കമായി അങ്ങനെ കാണുകയും ചെയ്യാം. പക്ഷെ ഇത് നോക്കൂ, എല്ലാവർക്കും ഒരു സമയത്ത് സംഘടിക്കാം, എല്ലാവർക്കും ഒരു മുദ്രാവാക്യം വിളിക്കാം. ഉമ്മൻചാണ്ടിയുടെയും V.D. സതീശന്റെയും ഫോട്ടോ ഒരുമിച്ച് പ്രിന്റ് ചെയ്ത AI ഫോട്ടോ പ്രിന്റ് ചെയ്തത് പ്ലക്കാർഡിൽ ഒട്ടിച്ച് അതുകൊണ്ട് തന്നെ പ്രചരണം നടത്താമെന്നുള്ളത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നതാണ് എന്നങ്ങ് വിചാരിക്കുകയും പറയുകയുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനൊരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ശക്തി പ്രകടനം ഉണ്ടാക്കാം എന്ന് നേതാക്കൾ വിചാരിക്കുന്നുണ്ട്. അല്ല, അത് നേതാക്കന്മാർ അറിഞ്ഞിട്ടാണ് ഈ ശക്തി പ്രകടനം നടക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നേതാക്കന്മാരെ നേരിട്ട് വിളിച്ചു പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രകടനം നടത്തിക്കളയണം എന്ന് പറയുന്ന അത്രയും അല്പരായിട്ടുള്ള നേതാക്കന്മാരല്ല. അത്രയും ചുരുങ്ങി പോകുന്ന ആളുകളുമല്ല. പകരം അവരുമായി ബന്ധപ്പെട്ട അവരാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ആലോചനകളൊക്കെ നടത്തിയിട്ടുണ്ടാവും, പ്രകടനങ്ങൾ നടത്തുന്നുണ്ടാവും. അത് സ്വാഭാവികമായിട്ട് നടക്കും. ആൾക്കൂട്ടത്തിന്റെ ആഗ്രഹങ്ങളല്ലല്ലോ. അതിനപ്പുറത്ത് വേണ്ടത്ര ചർച്ചകൾ നടത്തി എല്ലാവരെയും കേട്ട് ഈ പറഞ്ഞ പൊതുജന അഭിപ്രായം കേട്ട് എല്ലാം കേട്ടിട്ട് ഒരു കൃത്യമായൊരു അഭിപ്രായത്തിന് AICC എത്തും എന്നുള്ളതാണ്, ഹൈക്കമാൻഡ് എത്തും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം കണക്കുകൂട്ടൽ. ശരി. Debate with Madhu Saji.